വലിയ നേതാക്കളുണ്ട് എന്ന് കോൺഗ്രസ് നേതാക്കന്മാർ അടിവരയിട്ട് പറയുകയുണ്ടായി. പ്രിയമുള്ള ജനാധിപത്യ വിശ്വാസികളെ, കേരളം ഞെട്ടിയ കാഴ്ചയാണ് ഒരാഴ്ച മുമ്പ്. യാതൊരു തരത്തിലും നീതീകരിക്കാൻ കഴിയാത്ത ഒരു സ്റ്റേജ് സജ്ജീകരിച്ച് ആ സ്റ്റേജിന്റെ ഏറ്റവും തുടക്ക ഭാഗത്ത് തന്നെ കൊണ്ടുവന്ന് കസേരയിട്ട് ആ തുടക്ക ഭാഗത്ത് നിന്ന് കസേരയിൽ നിന്ന് എഴുന്നേറ്റ് നിന്നാൽ ഏകദേശം 14 അടി താഴ്ചയിലേക്ക് ഒരു ബാരിക്കേഡിംഗ് പോലും ഇല്ലാതെ ഒരു ക്യൂ മാനേജർ മാത്രം വച്ച് വീട് പോകാവുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയത്, അതിനുള്ള നടപടികൾ സ്വീകരിച്ചത് ആരുടെ എല്ലാം അലംഭാവവും അല്ലെങ്കിൽ അവരുടെ എല്ലാം രാഷ്ട്രീയപരമായിട്ടുള്ള കൂട്ടുകെട്ടിന്റെയും സാമ്പത്തിക താല്പര്യങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് എന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്ക് നന്നായി അറിയാം. നമ്മൾ എല്ലാവരും ദൃശ്യമാധ്യമങ്ങളിലടക്കം നമ്മൾ എല്ലാവരും കണ്ടതാണ്. ഉമാ തോമസ് ആ കസേരയുടെ പുറകിലൂടെ നടന്നു വന്ന് ആ കസേരയിൽ ഇരിക്കുന്നു. തൊട്ടപ്പുറത്ത് ഉദ്ഘാടകനായ മന്ത്രി സജി ചെറിയാനും എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണറും അതുപോലെ തന്നെ ADGP ആയിട്ടുള്ള ശ്രീജിത്ത് അടക്കമുള്ള GCDA ചെയർമാൻ അടക്കമുള്ള മുഴുവൻ ആളുകളെയും എഴുന്നേറ്റ് നിന്ന് അവരെ അഭിവാദ്യം ചെയ്ത് വീണ്ടും കസേരയിലേക്ക് ഇരിക്കാൻ തുടങ്ങുമ്പോഴാണ് ഈ അപകടമുണ്ടായത്. ഈ സ്റ്റേജ് കണ്ട എല്ലാവർക്കും അറിയാം ഈ സ്റ്റേജ് അപകടം പിടിച്ച സ്റ്റേജാണെന്ന്. ആ സ്റ്റേജിന് അനുമതി കൊടുത്ത അല്ലെങ്കിൽ അനുമതി കൊടുക്കേണ്ടിയിരുന്ന GCDA ചെയർമാൻ, GCDA ഉദ്യോഗസ്ഥന്മാർ, പോലീസ് അധികാരികൾ മുഴുവൻ ആ സ്റ്റേജിലുണ്ടായിരുന്നു. ആ സ്റ്റേജിന് അനുമതി കൊടുക്കേണ്ട കോർപ്പറേഷന്റെ മേയർ ഉണ്ടായിരുന്നില്ലെങ്കിലും ഈ പരിപാടി അവിടെ നടക്കുന്നുണ്ട് എന്ന് കോർപ്പറേഷനും നല്ല ബോധ്യമുണ്ടായിരുന്നു. പക്ഷേ ആ അപകടം നടക്കുന്നതിന് മുന്നായി ഈ GCDA ചെയർമാനോ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരോ ഉത്തരവാദിത്തപ്പെട്ട പോലീസോ ആ സംഘാടകരോട് നിങ്ങൾ ഇത് അപകടം പിടിച്ച സ്റ്റേജാണ്, ആരെങ്കിലും മുന്നിൽ വന്നിരുന്ന് എഴുന്നേറ്റാൽ താഴേക്ക് വീഴാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ആ കസേര ഒന്ന് പുറകിലേക്ക് വലിച്ചിടണം, ഈ സ്റ്റേജിന് ഞങ്ങൾ അനുമതി തന്നിട്ടില്ല എന്ന് മനസ്സിലാക്കി ഇതെങ്കിലും പറയാനുള്ള ഉത്തരവാദിത്തം ആ പോലീസ് അധികാരിക്ക് ഉണ്ടായിരുന്നു, GCDA ചെയർമാൻ ഉണ്ടായിരുന്നു. അവരാരും ഇത് ചെയ്തില്ല. കാരണം അവരുടെ കൂടി താല്പര്യം ഈ പരിപാടിയിൽ ഉണ്ടായിരുന്നു. നടത്തിയത് ഓസ്കാർ ഇവൻസും മൃദംഗയുമാണെങ്കിലും അതിന്റെ പിന്നിൽ ഒരു രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായിരുന്നു. ആ രാഷ്ട്രീയ ഇടപെടൽ CPM-ന്റെ ഇടപെടലാണ്. മുഖ്യമന്ത്രിയുടെ മരുമകൻ, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി റിയാസ് അടക്കം മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരുടെ ഇടപെടൽ ഉണ്ടായതുകൊണ്ടാണ് GCDA-യും കോർപ്പറേഷനും പോലീസും കണ്ണടച്ചത്. അതിന്റെ ദുരന്ത ഫലമാണ് ഉമാ തോമസിനുണ്ടായ ഈ ഗുരുതരമായിട്ടുള്ള അപകടം. ഒന്നാലോചിച്ച് നോക്ക്, കൊച്ചിയിൽ ഒരു പരിപാടി നടന്നാൽ, കോൺഗ്രസ് ഒരു പരിപാടി നടത്തിയാൽ, രാഹുൽ ഗാന്ധിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നേതാവോ ഒരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ അതിന്റെ മുഴുവൻ ഉത്തരവാദിത്തവും പോലീസിനുണ്ട്. അവർ കൃത്യമായി അത് നിർവഹിക്കും. എന്തൊക്കെ ചെയ്യണം, ഏതെല്ലാം സർട്ടിഫിക്കറ്റ് ഫയറിൽ നിന്ന്, പൊതുമരാമത്ത് വകുപ്പിൽ നിന്ന്, PWDയിൽ നിന്ന്, അതുപോലെ തന്നെ കോർപ്പറേഷനിൽ നിന്ന്, പോലീസിൽ നിന്ന് എന്തെല്ലാം വേണോ അതെല്ലാം നമ്മളെ കൊണ്ട് വാങ്ങിപ്പിക്കും. ഇതേതെങ്കിലും വകുപ്പുകളുടെ ഏതെങ്കിലും അനുമതി ആ സ്റ്റേജിലുണ്ടായിരുന്നു, ആ പരിപാടിക്ക് ഉണ്ടായിരുന്നു? ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു കുട്ടിയിൽ നിന്ന് 3600 രൂപ വീതം വാങ്ങി. അവരുടെ മാതാപിതാക്കളിൽ നിന്ന് 300 രൂപയും 150 രൂപയും ഓരോ കസേരയ്ക്കും അവർ ഈ പരിപാടി കാണുന്നതിന് അവരിൽ നിന്നും വാങ്ങി. എത്ര കോടി രൂപയാണ് വാങ്ങിയതെന്ന് ഇത്രയും ദിവസക്കാലത്തെ ചർച്ചയിലൂടെ ഈ മാധ്യമങ്ങൾ മുഴുവൻ പറഞ്ഞതാണ്, കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ കേട്ടതാണ്. 7 കോടി രൂപയിലധികം. എന്നിട്ട് ആകെ ഈ കുട്ടികൾക്ക് കൊടുത്തത് എന്താ? കല്യാൺ ജ്വല്ലേഴ്സ്, കല്യാൺ അവരുടെ കടയിൽ നിന്ന് കൊടുത്ത 300 രൂപയുടെ സാരി, ആ സാരി മാത്രമാണ് ഈ കുട്ടികൾക്ക് കൊടുത്തത്. ആ സാരിക്ക് കുട്ടികൾക്ക് 300 രൂപയുടെ സാരി 1600 രൂപ വിലയിട്ടാണ് ആ കുട്ടികൾക്ക് കൊടുത്തത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ.
എത്ര ഗുരുതരമായിട്ടുള്ള സാമ്പത്തിക ക്രമക്കേടാണ്. ആളുകളെ ചൂഷണം ചെയ്യുന്ന, ഈ കുട്ടികളെ ചൂഷണം ചെയ്യുന്ന നടപടിയാണ് അവിടെ ഉണ്ടായത്. അപ്പൊ ഇതൊന്നും, ഈ അപകടം ഉണ്ടായതിനു ശേഷം ഇതൊന്നും ഞങ്ങൾ അറിഞ്ഞില്ല എന്നാണ് കൊച്ചിൻ കോർപ്പറേഷന്റെ മേയർ അദ്ദേഹത്തിന്റെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിലൂടെ പറഞ്ഞത്. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് കൊച്ചിൻ കോർപ്പറേഷൻ മേയർ പറഞ്ഞത്, ഞങ്ങൾ ഈ പരിപാടി അറിഞ്ഞില്ല, ഞങ്ങളെ ഈ പരിപാടി അറിയിച്ചില്ല എന്നുള്ളതാണ്. നിങ്ങൾ ഈ പരിപാടി അറിഞ്ഞിട്ടില്ലെങ്കിൽ, നിങ്ങളുടെ ഈ പരിപാടി അറിയിച്ചിട്ടില്ലെങ്കിൽ എന്തിനാണ് കൊച്ചിൻ കോർപ്പറേഷനിൽ ആയിരക്കണക്കിന് ഉദ്യോഗസ്ഥന്മാരെ വെച്ച് നിങ്ങൾ ഈ ഭരണവുമായി മുന്നോട്ട് പോകുന്നത്? ഒരു വർഷക്കാലം മുമ്പ് പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ച് വലിയ പ്രചരണം കൊടുത്ത് 1 വർഷക്കാലത്തിന് ശേഷം 25,000 പേര് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ പങ്കെടുത്ത് ഇതുപോലെ ഒരു പരിപാടി നടക്കുന്നത് അറിഞ്ഞില്ല എന്ന് പറയുന്ന മേയർ ഇതിലും ഭേദം രാജിവെച്ച് പുറത്തു പോകേണ്ടതായിരുന്നു എന്നുള്ളതാണ് ഞങ്ങൾ പറയുന്നത്. എത്ര ഗുരുതരമായ വീഴ്ച ഒന്ന് ആലോചിച്ച് നോക്ക്. മന്ത്രി പറഞ്ഞു, മന്ത്രിയുടെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്, ഞാൻ ഈ സ്റ്റേജിലേക്ക് വന്നു കയറിയപ്പോൾ എന്റെ ഗൺമാൻ എന്നോട് പറഞ്ഞു ഇത് അപകടം പിടിച്ച സ്റ്റേജാണ്. എനിക്കും മനസ്സിലായി ഈ സ്റ്റേജ് അപകടം പിടിച്ചതാണ്, ആളുകൾ താഴേക്ക് വീഴാനുള്ള സാധ്യതയുണ്ട് എന്ന് മന്ത്രിയും പറഞ്ഞു. സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണ് പോലും. ഇവിടൊക്കെ വായിൽ പഴം തിരികിയിരിക്കുകയായിരുന്നു. അവർക്കൊന്ന് പറയാമായിരുന്നു, കസേര ഒന്ന് പുറകിലേക്ക് വലിച്ചിടണമെന്ന് ഒന്ന് പറയാമായിരുന്നു. അവർ ചെയ്തില്ല. അവരുടെ മനസ്സിലുണ്ടായിരുന്നു ഇത് അപകടം പിടിച്ചതാണ്, അപകടത്തിൽപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. അവർ പറഞ്ഞതുപോലെ, അവർ വിശ്വസിച്ചതുപോലെ അപകടമുണ്ടായി. ഒരു നടപടിയും സ്വീകരിച്ചില്ല. സിറ്റി പോലീസ് കമ്മീഷണർ ഞെളിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. എന്താ അയാളുടെ പേര്? എന്തെങ്കിലും ആയിട്ട് കാര്യമില്ല. വിമലാദിത്യ. ഇവൻ വിമലാദിത്യല്ല, ഇവൻ പൊട്ടൻ വിമലാദിത്യയാണ്. ഇവൻ പൊട്ടനായതുകൊണ്ടല്ലേ ആ സ്റ്റേജിൽ ഇതുപോലെ അപകടം. അവന്റെ തൊട്ടടുത്തിരുന്ന MLA എഴുന്നേറ്റ് നിന്ന് ഇവരെ അഭിവാദ്യം ചെയ്ത് ഇരിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഒരു കൈ അകലത്തിൽ ഉമാ തോമസ് താഴേക്ക് വീഴുന്നത്. അത് നോക്കി തലയിൽ കൈവച്ചിരിക്കുന്ന ഈ കമ്മീഷൻ കൊച്ചിയിലെ ജനങ്ങൾക്ക് സംരക്ഷണം നൽകുമോ എന്ന് ഈ നാട്ടിലെ ജനങ്ങളും ഈ സർക്കാരും ചിന്തിക്കണം എന്നുള്ളതാണ് ഞങ്ങൾ പറയുന്നത്. ഇതുപോലെയുള്ള കമ്മീഷണർമാർ ഈ നാട്ടിൽ യാതൊരു സംരക്ഷണവും നൽകാത്ത ആളുകളാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ സുഹൃത്ത് ബന്ധം വെച്ച് ഈ ഓസ്കാർ ഇവന്റ്സിന്റെ നടത്തിപ്പുകാരനായിട്ടുള്ള ജനീഷുമായിട്ടുള്ള തൃശ്ശൂരിലുണ്ടായ ബന്ധം നിങ്ങൾ തുടർന്ന് ആ സ്റ്റേജിൽ നിങ്ങൾ അവിടെ വന്നിരുന്നത്. നിങ്ങൾക്ക് എത്ര കിട്ടി? നിങ്ങൾ തൃശ്ശൂർ റേഞ്ച് IG ആയിരുന്നപ്പോൾ നിങ്ങളുടെ എല്ലാ പരിപാടിയും സ്പോൺസർ ചെയ്തത് ഈ പറയുന്ന ഓസ്കാർ ഇവന്റ്സിലെ ജനീഷാണ്. പണം മുടക്കിയതിന് ഞങ്ങളുടെ കയ്യിൽ തെളിവുണ്ട്. നിങ്ങളും ജനീഷും പങ്കെടുത്ത നിരവധി പരിപാടികളുടെ തെളിവുകൾ, ഫോട്ടോയും വീഡിയോയും അടക്കം ഞങ്ങളുടെ കയ്യിലുണ്ട്. ആ ബന്ധം വച്ചാണ് ഒരു അനുമതിയും പോലീസിന്റെയും റവന്യൂവിന്റെയും കോർപ്പറേഷന്റെയും GCDAയുടെയും ഒരനുമതിയും കൊണ്ടാതെ രാഷ്ട്രീയ നേതൃത്വത്തിനോടൊപ്പം ഈ പോലീസ് ജില്ലാ സിറ്റി പോലീസ് കമ്മീഷണർ നിങ്ങൾ ആ പരിപാടിയിൽ ഞെളിഞ്ഞു വന്നിരുന്നത്. അതുണ്ടാക്കിയ അപകടം ഗുരുതരമായ അപകടമാണ്. ഒരു ജനപ്രതിനിധിക്ക്, ഒരു MLAക്ക്, ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന, തൃക്കാക്കരയിൽ മാത്രമല്ല ഈ കേരളത്തിലെ മലയാളികളായിട്ടുള്ള മുഴുവൻ ആളുകളും ഇഷ്ടപ്പെടുന്ന ഒരു MLAക്ക്, ഉമാ തോമസ് എന്ന് പറയുന്ന ഒരു MLAക്ക് ഈ ദാരുണമായിട്ടുള്ള അപകടത്തിന്റെ കാരണം കോർപ്പറേഷനും GCDAയും ഉള്ളതുപോലെ തന്നെ സിറ്റി പോലീസ് കമ്മീഷണർക്കുമുണ്ട് എന്നുകൂടി പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ ഈ തെരുവിലിറങ്ങിയാൽ, ഒരു പ്രകടനം നടത്തിയാൽ നിങ്ങൾ കേസെടുക്കില്ലേ? നിങ്ങൾ എത്ര പോലീസുകാരെ പറഞ്ഞുവിടും? DCC ഓഫീസിന് മുമ്പിൽ ഈ ജാഥ ആരംഭിക്കുന്നതിന് മുമ്പ് എത്ര പോലീസ് ഉണ്ടായിരുന്നു? എത്ര പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു? ഇവിടെ ഇല്ല ബാരിക്കേഡ് കെട്ടി. എന്തുകൊണ്ടാണ് 25,000 പേര് പങ്കെടുത്ത ആ ചടങ്ങ് മുൻകൂട്ടി പോലും പോലീസ് ഉദ്യോഗസ്ഥന്മാർ അതിന്റെ ഗതാഗത ക്രമീകരണം പോലും നിങ്ങൾ അറിയിച്ചില്ല? മേയറുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അതിശക്തമായിട്ടുള്ള പോരാട്ടം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ തുടരുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ KPCCയുടെ വൈസ് പ്രസിഡന്റ് പ്രിയങ്കരനായ ശ്രീ VP സജീന്ദ്രൻ അദ്ദേഹത്തെ വിനയപൂർവ്വം ക്ഷണിക്കുന്നു. ADGPയും കമ്മീഷണറും അതിഥികളായി വന്നിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു അത്യാഘാതം സംഭവിച്ചിട്ട്
അതിന്റെ പേരിൽ ഒരു പശ്ചാത്താപം പോലുമില്ലാതെ അവരെ ആശുപത്രിയിൽ പോലും കൊണ്ടുചെന്ന് എത്തിക്കാതെ ആ സ്റ്റേജിൽ ഇരുന്ന VIP-കളുടെ മനസ്സെത്രമാത്രം ക്രൂരമാണ് എന്ന് ഞങ്ങൾ ഈ അവസരത്തിൽ ദയനീയമായി ചോദിക്കുകയാണ്. ഇവിടെ ഒന്നാം പ്രതി GCDയും രണ്ടാം പ്രതി കോർപ്പറേഷനുമാണ്. നഗരത്തിൽ നടക്കുന്ന എല്ലാ പരിപാടികളുടെയും ഉത്തരവാദി കോർപ്പറേഷനാണ്. അവിടെ അനുമതി കൊടുക്കണമെങ്കിൽ ആഘോഷ പരിപാടികൾക്ക് അനുമതി കൊടുക്കേണ്ടത് കോർപ്പറേഷനാണ്. ഉദ്യോഗസ്ഥനോട് വിളിച്ചു ചോദിക്കണം, അതിന് അനുമതി ഇവിടെ അപേക്ഷ കൊടുത്തിട്ടുണ്ടോ? കൊടുത്തിട്ടില്ല എങ്കിൽ ആ പരിപാടി നിർത്തിവെക്കാൻ നോട്ടീസ് കൊടുക്കാൻ ബാധ്യസ്ഥനായ കോർപ്പറേഷൻ. അപ്പോൾ കോർപ്പറേഷൻ മേയറുടെ മുകളിലും ഒരു സ്വാധീന വലയമുണ്ടായി. അതാരാണെന്ന് അധികം താമസിയാതെ വെളിപ്പെടും. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഉമാ തോമസ് എന്ന് പറയുന്ന വ്യക്തി MLA എന്നുള്ള നിലയിലല്ല, അല്ലെങ്കിൽ ഞങ്ങളുടെ എല്ലാവരുടെയും നേതാവായ PT തോമസിന്റെ പ്രിയപത്നി എന്നുള്ള നിലയിലല്ല. ഏതൊരു വ്യക്തിക്കും ഇതേപോലെ അപകടമുണ്ടായാൽ ഞങ്ങൾ ഇതേപോലെ പ്രതികരിക്കും. ഏതെങ്കിലും ഒരു സിനിമാ താരത്തിന് ഗിന്നസ് ബുക്കിൽ റെക്കോർഡിടാൻ വേണ്ടി കോർപ്പറേഷനും GCDയും ആരുടെയെങ്കിലും ശുപാർശയുടെ ബലത്തിൽ ഇതുപോലുള്ള പരിപാടികൾ നടത്തുമ്പോൾ ഇത് നമ്മുടെ എല്ലാം പ്രാർത്ഥന കൊണ്ട് ദുരന്തമാകാതെ മാറി എന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയാനുള്ളൂ. ഉമാ തോമസിന്റെ ഏറ്റവും സന്തോഷകരമായ വാർത്ത, ആ പ്രിയപ്പെട്ട സഹോദരി ഇന്നലെ ബെഡിൽ എഴുന്നേറ്റിരുന്ന് വർത്തമാനം പറഞ്ഞു എന്നുള്ളതാണ്. അത് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയാണ്. കൃത്യസമയത്ത് മാധ്യമ സുഹൃത്തുക്കളുടെ സഹായത്തോടുകൂടി അവരെ തൊട്ടടുത്ത റെനി മെഡിസിറ്റിയിൽ എത്തിക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ്, ആശുപത്രിക്കാർ ഉറങ്ങാതെ കാറിലിരുന്ന് അവരെ ശുശ്രൂഷിച്ചത് കൊണ്ടാണ് അവരിപ്പോൾ ഈ നിലയിൽ എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് ഇനിയും ഇതുപോലൊരു അപകടം ഉണ്ടാകാതിരിക്കുവാൻ മേയറും GCDA ചെയർമാനും ഒക്കെ ആരുടെ സമ്മർദ്ദമുണ്ടായാലും സൂപ്പർ മുഖ്യമന്ത്രിയുടെ ശുപാർശ ഉണ്ടായാലും കൊച്ചി നഗരത്തിൽ ഇതേപോലെ അനുമതി കൊടുത്താൽ ആ അനുമതി ഇതിപ്പോൾ ഞങ്ങൾ ഈ സംഭവം അറിഞ്ഞതിന് ശേഷമാണ്. ഞങ്ങൾക്കും കോർപ്പറേഷൻ കൗൺസിലർമാരുണ്ട്, ഞങ്ങൾക്കും GCDA ആളുകളുണ്ട്. ഇനി ഇതുപോലുള്ള അനുമതി കൊടുത്താൽ അതിനെ ശക്തമായി നേരിട്ടുകൊണ്ട് ഇതുപോലുള്ള പരിപാടികൾ നടത്തുവാനുള്ള ഓരോ കാര്യവും ഇനി അനുവദിക്കില്ല. അത് എറണാകുളം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷന്റെ സാന്നിധ്യത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നിർത്തുന്നു. ഈ സമര പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. ഈ സമരം ഉദ്ഘാടനം ചെയ്ത KPCCയുടെ വൈസ് പ്രസിഡന്റ് ശ്രീ VP സജീന്ദ്രൻ, പ്രിയപ്പെട്ട MLA ശ്രീ TJ വിനോദ്, ശ്രീ അൻവർ സാദത്ത്, ജെയ്സൺ ജോസഫ്, പ്രിയമുള്ള സഹപ്രവർത്തകരെ, ഇത്തരത്തിലൊരു സമരം ഇവിടെ നടക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളെ കുറിച്ച് ഇവിടെ പ്രതിപാദിച്ചു കഴിഞ്ഞു. ഞാൻ ഇതിലേക്ക് ദീർഘമായി കടക്കുന്നില്ല. കേരള ചരിത്രത്തിൽ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള വലിയ അനാസ്ഥയാണ് GCDയുടെയും കോർപ്പറേഷന്റെയും ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും മനസ്സിലായി കഴിഞ്ഞു. പിന്നെ എന്തിനാണ് ഈ സമരം നടത്തുന്നത് എന്ന് ചോദിച്ചാൽ, ഇത്ര വലിയ അനാസ്ഥയുണ്ടായിട്ടും ഇത്ര വലിയ കൃത്യവിലോപമുണ്ടായിട്ടും ഉത്തരവാദിത്വ രാഹിത്യമുണ്ടായിട്ടും ഇതിനെതിരെ നടപടിയെടുക്കുവാൻ തയ്യാറാകാത്ത രണ്ട് സംവിധാനങ്ങളായി GCDയും കോർപ്പറേഷനും മാറിയിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലൊരു സമരം നടത്തേണ്ടതായി വന്നിരിക്കുന്നത്. ശ്രീമതി ഉമാ തോമസ് താഴെ വീഴുമ്പോൾ അവിടെ ചെന്ന് സഹായിക്കുവാൻ, ഒന്ന് പിടിച്ചു പൊക്കുവാൻ അവിടെ ഒരു പോലീസിന്റെ സഹായം ഉണ്ടായിരുന്നില്ല. മിനിസ്റ്റർ ഉൾപ്പെടെ പങ്കെടുക്കുന്ന ഒരു വേദിയിൽ ഒരു MLA താഴെ വീഴുമ്പോൾ പിടിച്ചു പൊക്കാൻ ആളില്ലാതിരുന്നിട്ട് അശാസ്ത്രീയമായി അവിടെ കൂടിയിരുന്ന ആരൊക്കെയോ വലിച്ചു പൊക്കി. ഒരു മാധ്യമ പ്രവർത്തകൻ എന്നോട് പറഞ്ഞു, എനിക്ക് പിടിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല, തലകിടന്ന് ഉലയുകയായിരുന്നു. ഞാൻ ഒരാളെ സഹായത്തിന് വിളിച്ചു കൂടി. അപ്പോഴാണ് അവിടുത്തെ ശബ്ദം കാരണം, പാട്ട് കാരണം, മേളം കാരണം ആരും കേൾക്കുന്നുണ്ടായിരുന്നില്ല. ഒരാൾ കൈ കാണിക്കുന്നത് കണ്ട് ഓടി വന്ന് പിടിക്കുകയായിരുന്നു. അവർക്കുണ്ടായിരിക്കുന്ന ഗുരുതരമായ പരിക്ക്, റിബ് പൊട്ടി ശ്വാസകോശത്തിൽ കയറിയിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി ഇവിടുത്തെ കേരള പോലീസാണ്. കാരണം അവിടെ സഹായത്തിന് ഒരു കേരള പോലീസ് ഉണ്ടായിരുന്നില്ല, അവിടെ ഒരു സെക്യൂരിറ്റി സിസ്റ്റം ഉണ്ടായിരുന്നില്ല. ആ വലിയ വീഴ്ച വരുത്തി അവിടെ നിന്ന് സ്ട്രെച്ചർ പോലും ഇല്ലാതെ വലിച്ചു പൊക്കിക്കൊണ്ടാണ് ആംബുലൻസിൽ കൊണ്ടൊക്കെ എത്തുന്നത്. അപ്പോൾ ഗുരുതരമായ വീഴ്ച വരുത്തിയിരിക്കുന്നു. അവരുടെ ആരോഗ്യത്തിന് സംഭവിച്ചിരിക്കുന്ന ഗുരുതരമായ വീഴ്ചയ്ക്ക് കാരണം കേരള പോലീസ് ഉൾപ്പെടെ അവിടെ കൂടി നിന്നവർ ഉൾപ്പെടെയുള്ള ഉത്തരവാദിത്തപ്പെട്ടവരാണ്. ഇത് കഴിഞ്ഞിട്ടുകൂടി ആ ഉദ്ഘാടന ചടങ്ങ് നിർത്താൻ തോന്നിയില്ല, ഒരു മിനിറ്റ് നിർത്തിവെക്കാൻ തോന്നിയില്ല. ഒരു MLA താഴെ വീഴുന്നു, മന്ത്രി അവിടെ വിളക്ക് കത്തിച്ച് ഉദ്ഘാടനം ചെയ്യുന്നു. എന്ത്
അനിൽകുമാറിനെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടും ഈ അഴിമതിക്കാരായിട്ടുള്ള ഈ മേയറെയും ഉദ്യോഗസ്ഥന്മാർക്കുമെതിരായിട്ടുള്ള ഈ പോരാട്ടം ഈ തെരുവുകളിൽ, ഈ കൊച്ചിയുടെ തെരുവുകളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ തുടരും. GCDക്കെതിരായും പോലീസിനെതിരായും വരും ദിവസങ്ങളിൽ അതിശക്തമായിട്ടുള്ള പ്രതിരോധവും കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നുണ്ടാകും. പൊതുജനങ്ങളെ അണിനിരത്തി, ഈ നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും അണിനിരത്തി ഈ കഴിവുകെട്ട, ഈ പണം താല്പര്യമുള്ള, ഈ പ്രശസ്തി താല്പര്യമുള്ള ഈ ഉദ്യോഗസ്ഥന്മാർക്കും ഈ മേയർക്കും ഈ ഭരണകൂടത്തിനെതിരായിട്ടുള്ള ശക്തമായ പ്രതിരോധം തുടരും. ഇത് ഉമാ തോമസ് MLAക്ക് വേണ്ടി മാത്രമുള്ളതല്ല, നാളുകളിൽ സംഭവിക്കാവുന്ന അപകടങ്ങളെ കൂടി തടയാൻ വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടമാണ് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. ഇത് കൊച്ചിയാണ്. കൊച്ചിയിൽ എല്ലാ പരിപാടികളും നടക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് കോൺഗ്രസ്. ആ പരിപാടികൾ നടക്കുമ്പോൾ അവർക്ക് സംരക്ഷണ ഉണ്ടാകണം. വരുന്ന ആളുകൾക്കും പങ്കെടുക്കുന്ന ആളുകൾക്കും സംരക്ഷണ ഉണ്ടാകണം. അതിന് സംരക്ഷണപ്പെട്ട, ഉത്തരവാദിത്തപ്പെട്ട ഈ ഭരണകൂടങ്ങൾ അവരുടെ അലംഭാവം വെടിഞ്ഞ് ജാഗരൂകരായി ഇത്തരത്തിലുള്ള പരിപാടികൾ നടത്താനുള്ള, അവർക്ക് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ, നിയമപരമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ നിങ്ങൾ മുന്നോട്ട് വരണം. കൊച്ചി യൂണിവേഴ്സിറ്റിയിലുണ്ടായ 6 കുട്ടികളുടെ മരണം, അതുപോലെ തന്നെ കളമശ്ശേരിയിലെ യഹോവ സാക്ഷികളുടെ ഉണ്ടായ അപകടം, എത്രയോ അപകടങ്ങളാണ്. ഈ സർക്കാരിന്റെ കണ്ണ് ഇതുവരെ തുറന്നിട്ടില്ല. ഈ കണ്ണ് തുറക്കാത്തതിലുള്ള പ്രതിഷേധമാണ്. ഓരോ അപകടങ്ങൾ കഴിയും തോറും കോടതിയും പോലീസും സർക്കാരും അവർ വാവിട്ട പ്രവർത്തനങ്ങൾ നടത്തുന്നതല്ലാതെ കൈവിട്ട ഒരു പണിയും അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല. ആ പണി ഉണ്ടാകുന്നത് വരെ, ആ പണി എടുപ്പിക്കുന്നത് വരെ ഈ കൊച്ചിയിലെ കോൺഗ്രസ് ഇവരുടെ പുറകെ ഉണ്ടാകും എന്ന് മാത്രം സൂചിപ്പിക്കുന്നു. ഈ സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ സഹപ്രവർത്തകരെയും അഭിവാദ്യം ചെയ്യുന്നു.